ഉയിരിലലിയാൻ. രചന സംഭാഷണം രുദ്രപ്രിയ. ചെല്ലുമോളെ, ഏട്ടനായിരിക്കും വിളിക്കുന്നത്. അമ്മ കൂടി പറഞ്ഞപ്പോൾ രാധ വേഗം റൂമിലേക്ക് കയറി. പെണ്ണ് റൂമിൽ കയറിയതേ രാജീവൻ ഫോൺ മാറ്റിവെച്ച് അവളെ വലിച്ച് നെഞ്ചത്തേക്കിട്ടു. ഡി കള്ളി, ഇന്നലെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങിക്കളഞ്ഞല്ലേ? അവൻ്റെ കയ്യിൽ കിടന്ന് രാധ പിടഞ്ഞു. അടങ്ങി നിൽക്കടി പിടയ്ക്കാതെ. അവൻ്റെ ഒച്ച കാതോരം കേട്ടപ്പോൾ പെണ്ണ് പൊളഞ്ഞുപോയി. കണ്ണുകൾ കൂമ്പി അടഞ്ഞു. രാജീവൻ പൂച്ചക്കുഞ്ഞിനെ പോലെ അവളെ കയ്യിൽ ഒതുക്കി പിടിച്ചു. രാധമ്മോ, കണ്ണു തുറക്കടി. അവൾ കണ്ണു തുറന്നതും കാണുന്നത് കണ്ണുകളിൽ പ്രണയം ഒളിപ്പിച്ച് തന്നെ നോക്കി നിൽക്കുന്ന രാജീവനെയാണ്. അവൻ്റെ ചുണ്ട് അവളുടെ കവിളിൽ അമർന്നതും പെണ്ണിൻ്റെ ചുണ്ട് പകുതി വിടർന്നു. മറു കവിളിലും തൻ്റെ ചുണ്ട് പതിപ്പിച്ചതിന് ശേഷം രാജീവൻ്റെ ചുണ്ടുകൾ ആദ്യമായി അവൻ്റെ ഇണയെ തേടി. ദീർഘനേരത്തെ ചുംബനം ഇരുവരെയും തളർത്തി. ഞെട്ടറ്റ പൂവ് പോലെ രാധ രാജീവൻ്റെ നെഞ്ചിൽ ചാരി നിന്നു. നെറുകിൽ തൊട്ട സിന്ദൂരം പടർന്നു പോയി. അതിൻ്റെ കുങ്കുമ ചുവപ്പ് അവളുടെ കവിളിൽ തിളങ്ങി. തൻ്റെ ചുംബനത്തിൽ പൂത്തുലഞ്ഞുപോയ പെണ്ണിനെ ഇടനെഞ്ചിൽ ഒതുക്കി പിടിച്ചു രാജീവൻ. സോറി, നേരത്തെ ഒച്ച രാധയിൽ നിന്നും പുറത്തു വന്നു. രാജീവൻ അവളെ നോക്കി. ഇന്നലെ ഉറങ്ങിപ്പോയതിന്. അവനത് കേട്ടപ്പോൾ ചിരി വന്നു. അമ്മ വിളിക്കുമ്പോൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ചെന്നു. എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചുറക്കി കൺമണി കഴിച്ചു കഴിഞ്ഞപ്പോൾ നേരെ ഒരുപാടായി. അവൾക്ക് ഭക്ഷണം അമ്മയാണ് വിളമ്പിക്കൊടുത്തത്. കുഞ്ഞുമക്കൾ മോളെ വല്ലാണ്ട് ചുറ്റിക്കുന്നുണ്ടല്ലേ മോളെ? അമ്മ സ്നേഹത്തോടെ അവളുടെ നെറുകിൽ തലോടി. ഇല്ലമ്മേ, ഇപ്പോൾ ശീലമായി. കുറുമ്പും കുസൃതിയും നിറഞ്ഞവളിൽ നിന്നും എത്ര പെട്ടെന്നാണ് പക്വതയുള്ളവളിലേക്കുള്ള മാറ്റം. കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം അമ്മയോടൊപ്പം വർത്തമാനം പറഞ്ഞിരുന്നു. പകൽ അമ്മയുടെ റൂമിലാവും കൺമണി. രണ്ടുപേരെയും ഒരുപോലെ നോക്കാൻ ആൾ വേണ്ടേ? സംസാരിച്ചിരിക്കുമ്പോൾ അച്ഛൻ ഇളനീരുമായി അവൾക്കടുത്തേക്ക് വന്നു. കുറേ നാളായില്ലേ മോളിത് കുടിച്ചോ? അവൾക്ക് നേരെ നീട്ടി. പെണ്ണത് വാങ്ങി കുടിച്ചു. അതിനെ വെട്ടി ഉള്ളിലുള്ള വഴുമ്പൽ അവൾക്ക് കഴിക്കാൻ കൊടുത്തു. കാശി വിളിച്ചില്ലേ മോളെ ഇന്നലെ? വിശ്വത്തെ കാണാൻ ഇന്നലെ പോയതല്ലേ അവൻ? ഇന്നലെ അവിടെ എത്തിയപ്പോൾ വിളിച്ചായിരുന്നു അമ്മ. അതെന്നെയും വിളിച്ചായിരുന്നല്ലോ അവിടെ എത്തിയപ്പോൾ. അതിനുശേഷം നിന്നെ വിളിച്ചില്ല എന്നാണ് അമ്മ ചോദിച്ചത്. അതിനുശേഷം വിളിച്ചില്ല. ഞാൻ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണ്. അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യില്ല അമ്മ. എന്ത് പറ്റിയോ ആവോ? കൺമണി നെടുവേർപ്പെട്ടു. കുഞ്ഞുങ്ങളിൽ ആരോ ഒരാൾ ഉണർന്ന് കരഞ്ഞതും അവൾ വേഗം മറ്റെല്ലാം മറന്ന് മുകളിലേക്ക് പോയി. വിശ്വത്തിൻ്റെ ഫോണിലേക്ക് ഒരിക്കൽ കൂടി വിളിച്ചു. സ്വിച്ച് ഓഫ് എന്ന് കേട്ടപ്പോൾ കാശിക്ക് ദേഷ്യം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തി. അവൻ മൊബൈൽ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു. ഇന്നലെ ഇവിടെ വന്നത് മുതൽ അവനെ വിളിക്കുന്നതാണ്. പക്ഷേ മൊബൈലിൽ കിട്ടുന്നില്ല. ഇവൻ എന്ത് പറ്റി? ആലോചിച്ചപ്പോൾ പെട്ടെന്ന് മൊബൈൽ റിങ് ചെയ്തു. കാശി വേഗം ഫോൺ എടുത്തു. കണ്ണൻ്റെയും മക്കളുടെയും ചിരിക്കുന്ന മുഖം. അപ്പോഴാണ് ഓർത്തത് ഇന്നലെ ഇവിടെ എത്തിയപ്പോൾ വിളിച്ചതാണ്. അതിനുശേഷം പെണ്ണിനെ വിളിച്ചില്ല. വിശ്വത്തെ വിളിച്ചു കിട്ടാത്തതിൻ്റെ ദേഷ്യത്തിൽ ഫോൺ നോക്കിയില്ല. ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ ഇന്നാണ് ചാർജിലിടുന്നത്. കോൾ കട്ടായതും വേഗം തിരികെ വിളിച്ചു. ആദ്യ റിങ്ങിൽ തന്നെ കോൾ എടുത്തു. ഹലോ കണ്ണേ. അപ്പുറത്തു നിന്നും മുള ചീന്തും പോലെ കരച്ചിൽ കേട്ടു. കണ്ണേ, കരയല്ലടാ. ഇന്നലെ കാശിയേട്ടൻ്റെ ഫോണ് ഓഫായി പോയി, ശ്രദ്ധിച്ചില്ല, സോറി. പിന്നെയും കരച്ചിൽ തന്നെ. ഇങ്ങനെ കരയല്ലേ കണ്ണാ. മക്കൾ എന്തു ചെയ്യുന്നു? നീ കഴിച്ചോ? കഴിച്ചു. കാശിയേട്ടൻ കഴിച്ചോ? ഇന്നലെ വൈകുന്നേരം വന്നത് മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. എങ്കിലും കഴിച്ചടാ. ഞാൻ ഇവിടുത്തെ ജോലി വേഗം കഴിച്ച് തിരികെ വരാം കേട്ടോ. കോൾ കട്ടായി. കാശി ഫോൺ നെഞ്ചിൽ വെച്ച് കിടന്നു. കുറച്ചു നേരം കിടന്നപ്പോൾ ഉറങ്ങിപ്പോയി. കോഴിക്കോട് ബിസിനസ് മീറ്റിന് വന്നതാണ് കാശി. വിശ്വത്തിന് മറ്റെന്തോ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് കാശി വന്നത്. ഹോട്ടൽ റൂം വരെ അവനാണ് ബുക്ക് ചെയ്തിരുന്നത്. എന്നിട്ടാണ് വന്ന നേരം മുതൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നാളെ രാവിലെ എന്തായാലും ഇവിടുന്ന് തിരിക്കും. കാശി മനസ്സിൽ കണക്കുകൂട്ടി. ഇടയ്ക്ക് വീട്ടിലേക്ക് വിളിക്കാൻ ഫോൺ എടുക്കുമ്പോൾ റേഞ്ച് ഇല്ല. ഒടുവിൽ ഫോണുമായി പുറത്തേക്ക് ഇറങ്ങി. വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞ് അമ്മയോടും കണ്ണനോടും സംസാരിച്ച സമയം പോയതറിഞ്ഞില്ല. ഫുഡ് വരുത്തിയിരുന്നു. അതും കഴിച്ച് കിടന്നു. ഇടയ്ക്കെപ്പോഴോ എന്തൊക്കെയോ തട്ടുമുട്ടും കേട്ടുണർന്നപ്പോൾ പുറത്ത് ആരൊക്കെയോ ഓടുന്ന ശബ്ദം. റൂമിന് പുറത്ത് ആരുടെയൊക്കെയോ കാൽപ്പെരുമാറ്റം കേട്ടു. പുറകെ ഡോറിൽ മുട്ടി വിളിയും. കാശി അല്പനേരം ആലോചിച്ച് നിന്നു. അതിനുശേഷം ഡോർ തുറന്നു. യൂണിഫോം ഇട്ട് നിൽക്കുന്ന 3-4 പോലീസ് ഉദ്യോഗസ്ഥർ കൂടെ പേടിച്ച് വിളച്ച് ഹോട്ടൽ മാനേജരും. കാശി അവരെ നോക്കി. എന്താടോ അകത്ത് പരിപാടി? എന്ത് പരിപാടി? കാശി ഞെട്ടിപ്പോയി. അപ്പോഴേക്കും അവനെ തള്ളി മാറ്റി പോലീസുകാർ അകത്തേക്ക് കയറി. എന്താ സാർ, എന്താ കാണിക്കുന്നത്? കാശി ഒച്ച ഉയർത്തി. നീ നടങ്ങും മോനെ, ഞങ്ങളൊന്ന് നോക്കട്ടെ. പോലീസുകാരിൽ ഒരാൾ അവനെ നോക്കി പറഞ്ഞു. അവർ ചുറ്റും അരിച്ചു പറക്കി നോക്കി. അപ്പോഴുണ്ട് ഡ്രസ്സിംഗ് ടേബിളിനടിയിൽ നിന്നൊരു പെൺകുട്ടിയുമായി വരുന്നു. കാശിയുടെ കണ്ണ് മിഴിഞ്ഞുപോയി.
സാർ ഇവളെങ്ങനെ? എനിക്കറിയില്ല. കാശിയെ കണ്ടപ്പോൾ എസ് ഐക്ക് അവനിൽ നിരപരാധിയാണെന്ന് തോന്നിപ്പോയി. ഡോ, താനെന്താ ഇങ്ങനെയുള്ള ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുന്നത്? വേറെ നല്ലത് കിട്ടില്ലേ? ബിസിനസ് മീറ്റിന് വന്നതാണ്. ഫ്രണ്ടാണ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു തന്നത്. പക്ഷേ ഇപ്പോൾ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്നാൽ തന്നെ ട്രാപ്പ് ചെയ്തതായിരിക്കും, സംശയം വേണ്ട. നോ സർ, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല, എനിക്ക് ഉറപ്പാണ്. സർ പ്ലീസ്, ഇത് കേസാക്കരുത്. ഇവിടുത്തെ CCTV പരിശോധിക്കണം, അപ്പോൾ അറിയാമല്ലോ സത്യം. അവൻ്റെ വാക്കുകൾ അയാൾ മുഖവിലേക്കെടുത്തു. ഡോ PC, ഈ ഫ്ലോറിലെ CCTV ഫുട്ടേജ് നോക്കാൻ മാനേജരോട് പറയും. കാശി അടുത്ത് നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി. എന്നാൽ അവൾക്ക് ഇതൊന്നും കണ്ടിട്ട് ഒരു കൂസലുമില്ല. CCTV ഫുട്ടേജ് നോക്കുമ്പോൾ കാശി ഫോണുമായി പുറത്തേക്ക് പോകുന്നു. അതിനിടയിൽ റൂമിലേക്ക് ആ പെൺകുട്ടി വന്ന് കയറുന്നു. കാശി ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞ് വരുന്നു. ഡോർ ലോക്ക് ആകുന്നു. അത് കഴിഞ്ഞ് പോലീസ് എത്തുന്നു. അതുവരെയുള്ള ദൃശ്യങ്ങൾ കണ്ടപ്പോൾ എല്ലാവർക്കും ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. പിന്നീടുള്ള ചോദ്യം എല്ലാം ആ പെൺകുട്ടിയോടായിരുന്നു. എന്നാൽ അവളുടെ കൂസലില്ലാതെയുള്ള മറുപടിയും പെരുമാറ്റവും എല്ലാവരെയും അതിശയിപ്പിച്ചു. ഇമ്മോറൽ ട്രാഫിക് നടക്കുന്നു എന്ന് പറഞ്ഞ് ഹോട്ടലിൽ നിന്നും ആരോ ഒരാൾ സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തിയത്. കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ് കാശിയുടെ റൂമിൽ തന്നെ അവർ എത്തിയത്. അപ്പോൾ എല്ലാം പ്ലാൻ ചെയ്തതാണ്. ഇനി ആരാണെന്ന് കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമായല്ലേ. എല്ലാവരെയും നോക്കി സംസാരിച്ചു കൊണ്ട് തന്നെ കോൾ വന്ന നമ്പറിലേക്ക് തിരികെ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് എന്നായിരുന്നു മറുപടി. എന്നാൽ ഹോട്ടൽ ജീവനക്കാരെ എല്ലാം വിളിച്ചു നിർത്തി ഇതിൻ്റെ നെല്ലും പതിനും വേർതിരിച്ചറിഞ്ഞേ പിന്മാറൂ എന്നുള്ള എസ്ഐയുടെ കടുംപിടുത്തം കണ്ടപ്പോൾ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായി. എന്നാൽ ഹോട്ടൽ ജീവനക്കാരോട് സംസാരിച്ചതിൽ നിന്നും അവരൊന്നുമല്ല ഇക്കാര്യത്തിന് പിന്നിലെന്ന് മനസ്സിലായി. പക്ഷേ മാനേജർ മാത്രം ഒന്നിലും തൊടാതെയുള്ള മറുപടിയാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ എസ്ഐയുടെ സംശയം കൂടിയതേ ഉള്ളൂ. ജീവനക്കാരെ പറഞ്ഞു വിട്ടതിന് ശേഷം മാനേജറുമായി സംസാരിക്കുമ്പോഴാണ് അയാൾ അന്വേഷണത്തിനോട് ഒട്ടും തന്നെ സഹകരിക്കാത്ത മനോഭാവം. ഒടുവിൽ അല്ലറ ചില്ലറ കൈപ്പണികളൊക്കെ ചെയ്യേണ്ടി വന്നു അയാളൊന്ന് വാ തുറക്കുന്നതിന് വേണ്ടി. പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ രീതി താങ്ങാൻ വയ്യാതെ ആയപ്പോൾ അയാൾ കാര്യം പറഞ്ഞു തുടങ്ങി. സാധാരണ ഈ ഹോട്ടലിൽ റൂമെടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരാളുടെ ചുറ്റുപാട് മനസ്സിലാക്കാൻ കഴിയും. തലേ ദിവസം കാശിയെ കണ്ടപ്പോൾ തന്നെ ആൾ നല്ല സാമ്പത്തിക സ്ഥിതിയിലുള്ളതാണെന്ന് മാനേജർ ഏകദേശം ഉറപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവനെ എങ്ങനെയെങ്കിലും ട്രാപ്പിൽപ്പെടുത്തി കുറച്ച് കാശ് അടിച്ചു മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ പെൺകുട്ടിയെ റൂമിനുള്ളിലേക്ക് കടത്തിവിട്ടത്. പോലീസിൽ കൂടി വിളിച്ചറിയിച്ചു കഴിയുമ്പോൾ ഇത് കേസാകാതിരിക്കുന്നതിന് വേണ്ടി മാക്സിമം അയാൾ സഹായിക്കുമെന്ന് കരുതി. എന്നാൽ കണക്കൂട്ടലുകൾ തെറ്റിയത് SIയെ കണ്ടപ്പോഴാണ്. കഴിഞ്ഞ ദിവസം പഴയ SI കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായത് മാനേജർ അറിയാതെ പോയി. ഇങ്ങനെയുള്ള പണിയിൽ നിന്ന് കിട്ടുന്നതിൻ്റെ നല്ലൊരു ഓഹരി SIക്കും കൊടുക്കാറുണ്ടായിരുന്നു മാനേജർ. അതുകൊണ്ട് തന്നെ ഇയാളുടെ ആത്മവിശ്വാസം കൂടുതൽ കൊണ്ട് തന്നെ സംഭവം ചീറ്റിപ്പോയി. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഏറെ നാളായി ഹോട്ടലിൽ ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ തന്നെ മേലധികാരികളെ അറിയിച്ച് മാനേജറെ കസ്റ്റഡിയിലെടുത്തു. സത്യം പറഞ്ഞാൽ എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കാശിയുടെ ശ്വാസം നേരെ വീണത്. അതിന് കാരണക്കാരനായ SIയോട് തീരാത്ത നന്ദിയും പറഞ്ഞു. അന്നത്തെ മീറ്റിങ്ങുകളെല്ലാം ക്യാൻസൽ ചെയ്ത് അപ്പോൾ തന്നെ കാശി ഹോട്ടലിൽ നിന്ന് തിരിച്ചു. അടുത്ത ദിവസം ഉച്ചയോടുകൂടിയാണ് അവൻ കുന്നത്തെത്തിയത്. വന്ന് കയറിയപ്പോൾ കേട്ടു അമ്മയും മക്കളും തമ്മിലുള്ള ബഹളം. ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് അവന് സമാധാനമായത്. തൻ്റെ ലോകം തന്നെ ഒരു വഴിയിലേക്കും കുഞ്ഞിലേക്കും ചുരുങ്ങിപ്പോയതുപോലെ. ഇന്ന് ആ SI വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നോർത്തപ്പോൾ ശരീരം കിടുകിടാ വിയർത്തു. ആ നടക്കത്തോടു കൂടി തന്നെ ചെന്ന് കൺമണിയെ വാരിയെടുത്ത് നെഞ്ചിലടക്കി ചേർത്ത് പിടിച്ചു. പെണ്ണ് ഞെട്ടി പേടിച്ചു നോക്കുമ്പോഴേക്കും അവളുടെ കഴുത്തിലേക്ക് മോമുഖം അമർത്തിയിരുന്നു കാശി. എന്താ കാശിയേട്ടാ, എന്ത് പറ്റി? കൺമണി കാശിയുടെ മുഖത്ത് പിടിച്ചുയർത്താൻ നോക്കിയെങ്കിലും അവനത് സമ്മതിച്ചില്ല. അവളെയും എടുത്തുകൊണ്ട് നേരെ റൂമിലേക്ക് പോയി. അത് കണ്ടുകൊണ്ടാണ് രാഗിണിയും അമ്മയും കൂടി കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോയത്. അവളെ ബെഡിലേക്ക് ചായച്ച് കിടത്തി അവനും കൂടി അടുത്ത് കയറി കിടന്നു. അവളെയും ചേർത്ത് പിടിച്ച്. എന്താ ഏട്ടാ, എന്തു പറ്റി? തന്നെ ചേർത്ത് നെഞ്ചിൽ മുഖം അമർത്തി കിടക്കുന്നവൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് കൺമണി ചോദിച്ചു. അവളുടെ മുഖത്തേക്ക് നോക്കി. കണ്ണേ, എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ എൻ്റെ പെണ്ണിനെ. അവൻ്റെ കലങ്ങിയ കണ്ണ് കണ്ടപ്പോൾ പെണ്ണിൻ്റെ നെഞ്ചു പിടഞ്ഞു. എന്താ കാശിയേട്ടാ, എന്താ ഇത്രയും സങ്കടം? വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. നിന്നോട് ഞാൻ എന്തെങ്കിലും മറയ്ക്കുമോ കണ്ണാ? സംഭവിച്ചതെല്ലാം അവളോട് പറഞ്ഞു. വിശ്വേട്ടൻ ഒരിക്കലും കാശിയേട്ടനെ ചതിക്കില്ല. പിന്നെ മറ്റാരെങ്കിലും? കൺമണി ആലോചനയോടെ കാശിയുടെ മുഖത്തേക്ക് നോക്കി. എൻ്റെ കുഞ്ഞാലോചിച്ച് കുഞ്ഞു തല പോയിക്കേണ്ട. ഇവിടെ വന്ന് നിന്നെ കാണാന്നത് വരെ മനസ്സമാധാനം ഇല്ലായിരുന്നടി. ഇപ്പോഴാണ് നെഞ്ചിലെ വിങ്ങൽ മാറിയത്. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ട് കൺമണി ഞെട്ടി എണീറ്റു. വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാഗിണി ഉണ്ണിക്കുട്ടനുമായി മുന്നിലുണ്ട്. ഇപ്പോൾ ഉണർന്നതേ ഉള്ളൂ. മുള്ളി കഴിഞ്ഞപ്പോൾ ചെക്കന് വിശപ്പായി. അവൻ കരഞ്ഞ് തങ്കത്തിനെയും ഉണർത്തും. കുറുമ്പൻ കുഞ്ഞിനെ കൊഞ്ചിച്ചു രാഗിണി. മോള് പാല് കൊടുക്ക് കുഞ്ഞിന്. എനിക്ക് അപ്പുറത്ത് ഇത്തിരി പണി കൂടിയുണ്ട്.
കുഞ്ഞിനെയും കൊണ്ട് കൺമണി മുറിയിലേക്ക് കയറി. കുഞ്ഞിനെ മടിയിൽ കിടത്തി പാലൂട്ടുമ്പോൾ കാശി നോക്കി കാണുമായിരുന്നു തുള്ളിച്ചാടി നടന്ന കൺമണിയിൽ നിന്നും എത്രത്തോളം അവൾ മാറിയെന്ന്. കാശി മൊബൈലുമായി റൂമിന് പുറത്തേക്ക് ഇറങ്ങി വിശ്വത്തിൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തു. സ്വിച്ച് ഓഫ് എന്ന മറുപടി കേട്ടപ്പോൾ ഫോൺ തിരിച്ചു പിടിച്ച് അവൻ ദേഷ്യമടക്കി. വിശ്വത്തെ ബന്ധപ്പെടാൻ വേറെ വഴിയൊന്നുമില്ല. എങ്കിലും അവിടെയുള്ള സുഹൃത്തുക്കൾ വഴി ഒരു അന്വേഷണം നടത്താൻ കാശി തീരുമാനിച്ചു. ഉച്ചയോണ് കഴിഞ്ഞപ്പോൾ കാശി ബാഗും ലാപ്പും എടുത്ത് യാത്രയ്ക്ക് തയ്യാറായി ഇറങ്ങി വന്നു. പോയേ മതിയാകുമോ കാശിയേട്ടാ? കൺമണി പിന്നാലെ നടന്നുകൊണ്ട് ചോദിച്ചു. വേണം കണ്ണാ, ഞാൻ പറഞ്ഞതല്ലേ. വിശ്വം അവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്നറിയണം. ഫോൺ സ്വിച്ച് ഓഫാണ്. അതുപോലെ ഫ്രണ്ട്സ് അന്വേഷിച്ചപ്പോൾ 2 ആഴ്ചയായി ഓഫീസ് ഓപ്പൺ അല്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇനിയും ഞാൻ തിരികെ പോയില്ലെങ്കിൽ അത് ശരിയാവില്ല. ഞാൻ പോകുന്ന ജോലി വേഗം തീർത്തിട്ട് വരും. അതുവരെ എൻ്റെ കുഞ്ഞുമക്കളെയും നോക്കി സന്തോഷമായി ഇരിക്കണം. അമ്മയും അമ്മാവനും ഇവളെ ശ്രദ്ധിക്കണേ. ഞാൻ വരുന്നത് വരെ ആവശ്യമില്ലാത്ത ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. ഞാൻ വേഗം വരാൻ നോക്കാം. അവളെയും കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് നെറുകിൽ ചുണ്ടു ചേർത്ത് കാശി പിന്നെ കാറിൽ കയറി. മണിക്കൂറുകൾ നീണ്ട യാത്രക്കിടയിൽ പലതവണ പല സുഹൃത്തുക്കളുമായി കാശി ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു. അപ്പോഴെല്ലാം അറിയാൻ കഴിഞ്ഞത് ഏകദേശം 2 ആഴ്ചയിൽ കൂടുതലായി എല്ലാവരും വിശ്വത്തെ കണ്ടിട്ടെന്നായിരുന്നു. അതെന്ത് പറ്റിയെന്നുള്ള ചോദ്യം മാത്രം ഉത്തരമില്ലാതെ തുടർന്നു. ഇടയ്ക്ക് ആലോചനകൾ കാട് കയറിയപ്പോൾ കാശി തല വെട്ടിച്ചുകൊണ്ട് അടുത്തുള്ള ചെറിയ ചായക്കടയിലേക്ക് കാർ ഓടിച്ചു നിർത്തി. കടുപ്പത്തിൽ ഒരു ചായയും വാങ്ങി കാറിൽ ചാരി നിന്നു. എന്തായാലും ബാംഗ്ലൂർ ചെന്ന ഉടനെ തന്നെ യൂസഫിനെ കാണാൻ തീരുമാനിച്ചു കാശി. തങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധം യൂസഫിനുണ്ട്. അതുകൊണ്ട് എന്തായാലും അവനിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. വീണ്ടും യാത്ര തുടങ്ങുമ്പോൾ എവിടെയൊക്കെയോ ചെറിയ പ്രതീക്ഷ കൂടി കാശിക്ക് തോന്നി. രാത്രിയിലാണ് ബാംഗ്ലൂർ എത്തിയത്. മുമ്പ് താമസിച്ചിരുന്ന ഫ്ലാറ്റ് വേണ്ടെന്നും അതുകൊണ്ട് ഒഴിഞ്ഞേക്കാമെന്നും പലതവണ വിശ്വത്തോട് പറഞ്ഞപ്പോൾ അവൻ്റെ നിർബന്ധത്തിലാണ് കാശി അവിടെ നിന്നും മാറാതിരുന്നത്. അതെന്തായാലും ഇപ്പോൾ പ്രയോജനപ്പെട്ടു. റൂമിൻ്റെ താക്കോലും എടുത്തുകൊണ്ട് നേരെ ചെന്നു. എല്ലാം പഴയതുപോലെ തന്നെ. ഫ്രഷായി ഒരു കോഫി കുടിച്ചുകൊണ്ട് നേരെ ബെഡിലേക്ക് വീണു. അത്രയ്ക്ക് ക്ഷീണമുണ്ടായിരുന്നു. ഉറങ്ങുന്നതിന് മുമ്പ് കൺമണിയെ വിളിച്ച് ബാംഗ്ലൂർ എത്തിയ വിവരം പറയുകയും ചെയ്തു. പിന്നെയും പെണ്ണെന്തൊക്കെയോ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞുണർന്നു. അതോടെ ആ സംഭാഷണം അവിടെ അവസാനിച്ചു. യാത്രാക്ഷീണം കാരണം മറ്റൊന്നും ആലോചിക്കാതെ കാശി ഉറക്കത്തിലേക്ക് പോയി. രാവിലെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടാണ് കാശി ഉണർന്നത്. നോക്കുമ്പോൾ കണ്ണനാണ്. പെട്ടെന്ന് സമയം നോക്കി. മണി 5 ആയതേ ഉള്ളൂ. ഇത്രയും വേഗത്തിൽ ഉണർന്നു എന്നൊരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പുറത്തു നിന്നുള്ള കരച്ചിൽ കേട്ടപ്പോൾ മനസ്സിലായി. ഉണ്ണിക്കുട്ടൻ നിന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ കണ്ണാ. പതിയെ ചിരിച്ചുകൊണ്ടാണ് അത് ചോദിച്ചത്. അവന് പിന്നെ അവൻ്റെ അച്ഛൻ്റെ സ്വഭാവമാണ്. കുറുമ്പിനും കുറവില്ല. എൻ്റെ കുഞ്ഞു പെണ്ണ് എന്തോരം പാവമാണെന്നറിയാമോ? കുഞ്ഞിന് മുല കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സംഭാഷണം. കാശിയേട്ടൻ ഇടയ്ക്ക് എന്നെ വിളിച്ച് വിവരം പറയണേ, അല്ലാതെ എനിക്ക് ഇവിടെ ഒരു സമാധാനവും ഉണ്ടാവില്ല. പിന്നെയും ഏകദേശം 15 മിനിറ്റോളം സംസാരിച്ചു രണ്ടുപേരും. അതിനുശേഷമാണ് ആ സംഭാഷണം അവസാനിപ്പിച്ചത്. പിന്നീട് കിടന്നിട്ട് കാശിക്ക് ഉറക്കം വന്നില്ല. മൊബൈൽ കയ്യിലെടുത്ത് യൂസഫിനെ വിളിച്ചാലോ എന്ന് ആലോചിച്ചു. പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു. ഫോണിലൂടെ പറയുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് ചെന്ന് മനസ്സിലാക്കുന്നതാണ്. പെട്ടെന്ന് റെഡിയായി താഴേക്ക് പോയി. 6 മണി കഴിഞ്ഞപ്പോൾ തന്നെ ബാംഗ്ലൂർ നഗരം ഉണർന്നിട്ടുണ്ട്. വണ്ടികളുടെ തിക്കും തിരക്കും ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. നേരെ യൂസഫിൻ്റെ ഫ്ലാറ്റിലേക്കാണ് തിരിച്ചത്. എന്നാൽ അവിടെ എത്തി സെക്യൂരിറ്റിയോട് കാര്യം തിരക്കിയപ്പോൾ മനസ്സിലായി യൂസഫ് ഇപ്പോൾ ആ ഫ്ലാറ്റിലല്ല താമസമെന്ന്. തൻ്റെ കയ്യിലുള്ള നമ്പറിൽ വിളിക്കുമ്പോൾ ആ നമ്പർ നിലവിലില്ല. ഒടുവിൽ സെക്യൂരിറ്റിയോട് ചോദിച്ച് പുതിയ നമ്പർ വാങ്ങി അയാൾ കൊടുത്ത അഡ്രസ്സുമായി കാശി യാത്ര തിരിച്ചു. വൈകുന്നേരം സ്റ്റോറി ഇടാൻ കഴിയാത്തത് മോൾക്ക് എക്സാം തുടങ്ങിയിരിക്കുകയാണ്. മോള് 10ാം ക്ലാസ്സിലായത് കാരണം അവളുടെ ഒപ്പം കുറച്ച് നേരമെങ്കിലും ചിലവഴിക്കണ്ടേ. രാവിലെ ആകുമ്പോൾ അല്ലറ ചില്ലറ ബഹളങ്ങളും മറ്റുമുണ്ടാകും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണേ.